മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിൽ അടുത്തതായി മെഡ് ചാറ്റ്. ഞാൻ ഡോക്ടർ ബിമൽ വടക്കൂട്ട്. ഞാൻ കിംസ് വക്ര ബ്രാഞ്ചിലെ സ്പെഷ്യലിസ്റ്റ് ഓഫ്താൽമോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കാഴ്ചയുടെ നിശബ്ദ കൊലയാളി, സൈലൻറ്റ് കില്ലേഴ്സ് ഓഫ് വിഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. കാഴ്ചയുടെ 3 നിശബ്ദ കൊലയാളികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതിലാദ്യത്തേത് ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയുടെ ഞരമ്പിന്, ഒപ്റ്റിക് നെർവിന് ഉണ്ടാകുന്ന ഡാമേജാണ്. അതിനുള്ള പ്രധാനമായ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പ്രഷർ, ഐ പ്രഷർ വർദ്ധിച്ച് കണ്ണിൻ്റെ കാഴ്ച ഞരമ്പിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. ഈ സൈലൻറ്റ് കില്ലർ, നിശബ്ദ കൊലയാളി എന്ന് പറയാനുള്ള കാരണം ഈ ഗ്ലോക്കോമ അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ വളരെ ബുദ്ധിമുട്ടും വളരെ പ്രയാസകരവും, വളരെ അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ, അതായത് തിരിച്ച് കാഴ്ച കിട്ടാത്ത രീതിയിൽ കാഴ്ച നശിച്ചു പോകുന്ന രോഗാവസ്ഥയാണ്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ ആരംഭദശയിൽ തന്നെ ഈ ഗ്ലോക്കോമ എന്ന് പറയുന്ന രോഗാവസ്ഥ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ച് അതിനെ പൂർണ്ണമായി നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മുടെ വരുതിയിൽ നിർത്താവുന്നതാണ്. ആർക്കൊക്കെയാണ് ഈ ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതൽ? 40 വയസ്സിൽ കൂടുതലുള്ള ഹൈപ്പർ ടെൻഷൻ, BP രോഗമുള്ളവരും ഡയബറ്റിക് രോഗമുള്ളവർക്കും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈ ഷോർട്ട് സൈറ്റ്, മയോപ്പിയ, മൈനസ് പവർ ഉപയോഗിക്കുന്ന ആളുകളും 40 വയസ്സ് കഴിഞ്ഞാൽ ഈ ഗ്ലോക്കോമയുടെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനെല്ലാം ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആരംഭദശയിൽ ഞാൻ പറഞ്ഞ പോലെ നിശബ്ദമാണിത്, അതായത് സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഗ്ലോക്കോമയുടെ പ്രത്യേകമായ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നതിൽ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട്, മേൽപ്പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരെല്ലാം നേത്രരോഗ വിദഗ്ധനെ കണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിൻ്റെ പ്രഷർ, ഐ പ്രഷർ, ടോണോമെട്രിയും ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഹംഫ്രീസ് ഫീൽഡ് അനലൈസർ വെച്ച് കാഴ്ചയുടെ ഫീൽഡ്, വിധാനം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റുമുണ്ട്. ഇത് രണ്ടും മസ്റ്റായും, അതുപോലെ OCT എന്ന് പറയുന്ന ടെസ്റ്റും വർഷത്തിലൊരിക്കലെങ്കിലും മേൽപ്പറഞ്ഞ റിസ്ക് ഫാക്ടർ ഉള്ളവർ ചെയ്യേണ്ടതാണ്. കാഴ്ചയുടെ നിശബ്ദ കൊലയാളി, അതായത് സൈലൻറ്റ് കില്ലർ ഓഫ് വിഷനിൽ രണ്ടാമത്തേത് ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. അത് പേര് പറയുന്ന പോലെ തന്നെ ഇത് പ്രമേഹ രോഗമുള്ളവരിലാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യത കൂടുതൽ. ഡയബറ്റീസിൻ്റെ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ്റെ കീഴിലാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയും ഈ നിശബ്ദ കൊലയാളി ആവാനുള്ള കാരണം ആരംഭദശയിൽ അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പക്ഷേ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ വളരെ പ്രയാസകരവുമാണ്. കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത തുലം കുറവുമാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കുന്നത് കാഴ്ച നേത്രാന്തര പടലം, അതായത് റെറ്റിന എന്ന് പറയുന്ന കണ്ണിൻ്റെ ഭാഗത്തെയാണ്. അതിലെ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷനാണ്. കൂടുതൽ കാലം ഡയബറ്റീസ് രോഗികളായിരുന്നവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഡയബറ്റീസിൻ്റെ കൂടെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസിൻ്റെ കൂടെ കൊളസ്ട്രോൾ, അതുപോലെ സ്മോക്കിംഗ് വിത്ത് ഡയബറ്റീസ്, ഇവർക്കെല്ലാം ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാ പ്രമേഹ രോഗികളും, എല്ലാ ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് രോഗികളും വർഷത്തിലൊരിക്കലെങ്കിലും നേത്രരോഗ വിദഗ്ധനെ കണ്ട് കണ്ണിൽ മരുന്നൊഴിച്ച് കണ്ണ് വികസിപ്പിച്ച് കണ്ണിൻ്റെ റെറ്റിന പരിശോധന, OCT ടെസ്റ്റിംഗ് എന്നിവയെല്ലാം, അൾട്രാസൗണ്ട് എന്നിവയെല്ലാം നടത്തേണ്ടതാണ്. അടുത്തതായി കാഴ്ചയുടെ നിശബ്ദ കൊലയാളിയിൽ മൂന്നാമത്തേതാണ്. അത് ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസി ഐ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. കാഴ്ചയുടെ നിശബ്ദ കൊലയാളികളിൽ ആദ്യം പറഞ്ഞ രണ്ടും അഡൽട്സിനെയാണ്, അതായത് മുതിർന്നവരെയാണ് ബാധിക്കുന്നതെങ്കിൽ ഇത് കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുക. ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസി ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ്. ഈ ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസി ഐ ഉണ്ടാകുന്നതിനുള്ളൊരു പ്രധാന കാരണം കാഴ്ച വൈകല്യം നമ്മൾ കണ്ടുപിടിക്കപ്പെടാതിരിക്കുക. കുട്ടികളുടെ 2 കണ്ണിലും കാഴ്ചയിൽ വ്യത്യാസമുണ്ടാവുക. അങ്ങനെയുള്ള അവസരങ്ങളിൽ കാഴ്ച വൈകല്യം കണ്ടെത്താനുള്ള സാധ്യത കുറവാണ്. 2 കണ്ണും ഉപയോഗിച്ച് കുട്ടികൾ കാഴ്ച കാണുന്നുണ്ടായിരിക്കും, പക്ഷേ ഒരു കണ്ണിന് കാഴ്ച കുറവായിരിക്കും. അപ്പോൾ ആ കണ്ണിൻ്റെ കാഴ്ച വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്യാതെ ആ കണ്ണിൻ്റെ വിഷൻ പൂർണ്ണമായും നശിക്കുന്ന രീതിയിലേക്ക് പോകുന്നതാണ് ഈ ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസി ഐ എന്ന് പറയുന്നത്. 8 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സിന് മുന്നേ ഈ അവസ്ഥ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ എക്സസൈസിലൂടെയും പാച്ചിങ്ങിലൂടെയും എല്ലാം ആ കാഴ്ച നമുക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ ഇത് കണ്ടെത്താൻ വൈകുകയാണ്. 15-16 വയസ്സൊക്കെ ആയിട്ടാണ് പല കുട്ടികളും വരുന്നത്. അപ്പോൾ അതിൻ്റെ ചികിത്സ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസി ഐ എന്ന അസുഖത്തെയും നമ്മൾ ഈ നിശബ്ദ കൊലയാളിയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വിഭാഗം കുട്ടികൾ ഈ കോങ്കണ്ണ് അല്ലെങ്കിൽ സ്ക്വിൻ്റ് ഉള്ള കുട്ടികൾക്കും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? കുട്ടികൾ ഒന്നും സിംറ്റംസ് ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും
കുട്ടികളെയെല്ലാം വർഷത്തിലൊരിക്കലെങ്കിലും ഒരു സ്കൂൾ പോകുന്ന ടൈം തൊട്ട് നമ്മൾ വിഷൻ ഒന്ന് ചെക്ക് ചെയ്യണം, കാഴ്ച ടെസ്റ്റ് ചെയ്യണം. ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് ഡീറ്റെയിൽഡായിട്ട് കണ്ണിൽ മരുന്നെല്ലാം ഒഴിച്ച് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്കതിനെ ആരംഭദശയിൽ തന്നെ പിടിച്ചു കെട്ടാവുന്നതാണ്. ഈ മേൽപ്പറഞ്ഞ രോഗാവസ്ഥയ്ക്കെല്ലാം നമുക്ക് അതിനൂതനമായ ചികിത്സാ മാർഗ്ഗങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ചികിത്സാ മാർഗ്ഗങ്ങൾക്ക് മുന്നോടിയായി നമുക്കതിൻ്റെ പ്രാരംഭമായ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളെല്ലാം ലഭ്യമാണ്. കിംസ് വക്ര മെഡിക്കൽ സെൻറ്ററിൽ നമുക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് അഡ്വാൻസ്ഡ് ആയ HFA, അൾട്രാസൗണ്ട് മെഷീൻ, ടോണോമെട്രിക്, നോൺ കോൺടാക്ട് ടോണോമെട്രി നമുക്കിതെല്ലാം അവൈലബിൾ ആണ്. സോ ആരംഭദശയിൽ ഈ രോഗാവസ്ഥയെല്ലാം കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഒരു കൊലയാളിയായി, അതായത് കില്ലറായി പരിണമിക്കുന്നതിന് മുന്നേ നമുക്കതിനെല്ലാം കൺട്രോൾ ചെയ്യാവുന്നതാണ്, പിടിച്ചു കെട്ടാവുന്നതാണ്. നന്ദി, നമസ്കാരം. Momentum Media proudly presents Qatar Canvas.